ഇതൊരു ചരിത്ര നിമിഷമാണ്. നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലങ്ങളായി നമ്മൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ആദ്യ ഘട്ടമാണ് ഇത്. നമ്മൾ എത്രയോ നാളുകളായി നമ്മുടെ പത്തനംതിട്ടയുടെ വികസനം അത് ഇന്ന രീതിയിൽ വേണം എന്നാലോചിക്കുകയും ചർച്ച ചെയ്യുകയും അതിനായിട്ട് പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഈ സ്റ്റേഡിയത്തിൽ, ജില്ലാ സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം അറിയപ്പെടുന്നത് ഈ ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായിട്ടുള്ള ശരീരനായ കെ നായർ സാറിന്റെ പേരിലാണ്. കെ നായർ ജില്ലാ സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്റ്റേഡിയം 4 പതിറ്റാണ്ടുകളിലപ്പുറത്തായി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളില്ലാതെ 4 അല്ല 5 പതിറ്റാണ്ട് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. കഴിഞ്ഞ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കിഫ്ബി ആവിഷ്കരിച്ചു. കിഫ്ബിയിലൂടെ നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ ഈ സ്റ്റേഡിയം തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള സ്റ്റേഡിയമാണ്. ബാക്കിയുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വളരെ നിർഭാഗ്യകരമായി ഈ സ്റ്റേഡിയത്തിന് ഒരു അനുവാദം നമുക്ക് കിട്ടിയില്ല. 50 കോടി രൂപ നമ്മുടെ കൈയുടെ മുന്നിൽ അല്ലെങ്കിൽ കൺമുന്നിൽ നിങ്ങൾക്ക് സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി നൽകുന്നു എന്ന് പറയുമ്പോൾ അന്ന് അതിന് നമുക്ക് അനുവാദം കിട്ടിയില്ല. സമരങ്ങൾ നടത്തി. അതിന് അവസാനം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF വിജയിച്ചു. അത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു. 2020-21 കാലയളവിൽ ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് നഗരസഭ അനുവാദം നൽകി. അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റേഡിയത്തിന്റെ പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. അതിന് ഒട്ടേറെ മറ്റ് പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കിറ്റ്കോ എന്നുള്ള ഒരു കമ്പനിയെ ആദ്യം ഏൽപ്പിച്ചു. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇതിന്റെ ഡോക്യുമെന്റ് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2024 എല്ലാ കടമകളും പൂർത്തീകരിച്ചു. കടമകൾ പൂർത്തീകരിക്കും എന്ന് പറയുമ്പോൾ ബഹുമാനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ മിനിസ്റ്റർ ഇവിടെയുണ്ട്. മിനിസ്റ്റർ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇത് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടു. കടമ്പകൾ ഓരോന്നായിട്ട് തരണം ചെയ്തു. പലതവണ ആലോചന യോഗങ്ങൾ നടത്തി. അന്നത്തെ ഏജൻസിയിൽ നിന്നും SKF സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ നിർമ്മാണം ഏൽപ്പിച്ചു. എല്ലാ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ 2024 മെയ് മാസത്തിൽ ഇതേപോലെ അതൊരു ചെറിയ വേദിയാണ്. ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ വീണ്ടും സമരം, ഒരു പ്രതിഷേധം വന്നു. തട്ടിപ്പാണ്, ഇത് തട്ടിപ്പാണ്, ഒരു കാരണവശാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് പറയുകയുണ്ടായില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി നിർമ്മാണം ആരംഭിച്ചു. ആ നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഇവിടെ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്നില്ല, സമയപരിമിതി മൂലം. ഇതിന്റെ നിർമ്മാണത്തിന്റെ ചുമതല പലരാണ്. ഇതിന്റെ ആദ്യഘട്ടമാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. സെന്റ് ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, അത് നിർമ്മാണം 2ാം ഘട്ടം, അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. ഏതാനും മാസങ്ങൾ, 2 മാസത്തിനോടകം തന്നെ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അപ്പോ സെന്റ് ജോർജ് ഈ മണ്ണിൽ പിറന്ന, ഈ മണ്ണിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇൻഡോർ സ്റ്റേഡിയം അറിയപ്പെടുന്നത്, സെന്റ് ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ തടസ്സങ്ങളാണ്. അതിന്റെ അവസാനം ഞാൻ നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്തവരോട് ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ആദ്യമൊന്നും അവർ പറഞ്ഞില്ല. പിന്നീട് ഏറ്റവും അവസാനം ഈ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഞാൻ ഈ ആദ്യഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നതിൽ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടേക്ക് ഒരു കരാർ ഏറ്റെടുത്ത് വന്ന ഒരാളോട് ഇവിടെ ഉപേക്ഷിച്ചു പോയി, ഒരാളല്ല പലരും ഉപേക്ഷിച്ചു പോയി. ഞാൻ പ്രധാന കോൺട്രാക്ടേഴ്സ് അല്ല പറഞ്ഞത്, ഒരു സബ് കൊടുക്കുന്നു, പല വർക്കുകളും ഉപേക്ഷിച്ചു പോയതിന് കാരണം ഭീഷണി, ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം. ഇതിനകത്ത് ആ വാട്സപ്പിൽ ആ മെസ്സേജ് ഉണ്ട്, എനിക്ക് അവർ അയച്ചു തന്നതാണ്. പക്ഷെ ഞാൻ ഈ നിമിഷം പറയട്ടെ, നമുക്കത് മറക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. പത്തനംതിട്ടയ്ക്ക് വേണ്ടി, പത്തനംതിട്ടയുടെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നോക്കൂ, ഈ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ റാലി എത്രയോ ആളുകൾ പങ്കെടുത്ത വലിയ ഗംഭീരമായ റാലിയാണ് നടന്നത്.
ഞാൻ അവിടെ നിൽക്കുമ്പോൾ, ഞങ്ങൾ ആദ്യം മുൻനിരയിലായിരുന്നല്ലോ, എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും വൈകാരികമായി എനിക്ക് തോന്നിയൊരു നിമിഷം, കുഞ്ഞുങ്ങൾ ഈ സ്റ്റേഡിയത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് നമ്മുടെ കുട്ടികൾ. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഇത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രോജക്റ്റാണ്. പത്തനംതിട്ട സജീവമാകും, രാത്രികാലങ്ങൾ സജീവമാകും. ഇവിടെ പുതിയ സ്ഥാപനങ്ങൾ വരും, സ്പോർട്സ് റിലേറ്റഡ് ആയ സ്ഥാപനങ്ങൾ വരും. ഇവിടെ പുതിയ റെസ്റ്റോറന്റുകൾ, പുതിയ ഹോട്ടലുകൾ, കായിക ഈവന്റുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടും. സ്പോർട്സ് പരിശീലനത്തിനായി ഇവിടെ ആളുകൾ വരും. ഒളിമ്പിക് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നീന്തൽക്കുളമാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. മനോഹരമായ പവലിയൻ, നോക്കൂ എത്ര മനോഹരമായ അന്തരീക്ഷമാണ്. 9 ലൈൻ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതെല്ലാം പറയും. അതുകൊണ്ട് അതെല്ലാം ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഒരുമിച്ച് ഒരു ഭേദങ്ങളുമില്ലാതെ കൈകൾ കോർത്തുകൊണ്ട് പത്തനംതിട്ടയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇത് നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്കിതിന്റെ അടുത്ത ഘട്ടവും പെട്ടെന്ന് തന്നെ 2 മാസത്തിനുള്ളിൽ അതിന്റെ ഇൻഡോർ സ്റ്റേഡിയം കൂടി പൂർത്തീകരിക്കണം. ഞാൻ എല്ലാവരോടും ഒരുപാട് പ്രയത്നം പറഞ്ഞാൽ വാക്കുകളില്ല. ഞാൻ പിന്നെ മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും അത് വിശദമായിട്ട് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നിവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി ഈ കാലഘട്ടത്തിൽ 52 കോടി രൂപ, അതുകൂടാതെ MLA ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ, അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം MLA ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി. കാരണം നമുക്ക് G+2 സ്ട്രക്ചറാണ് നമ്മൾ കയറി ചെല്ലുന്ന ക്രിട്ടിക്കൽ ബ്ലോക്ക്. കാഷ്വാലിറ്റി നമുക്കറിയാം നേരത്തെ ഉള്ളത്. ആ കാഷ്വാലിറ്റി ബ്ലോക്ക് അത് വളരെ പരിമിതമായിരുന്നു സ്ഥലം. പുതിയ ബ്ലോക്കായി, വിശാലമായ സ്ഥലമായി, 19 ബെഡായി. OP ബ്ലോക്ക് 5 നിലകളിലായി. അതുപോലെ BMC ബ്ലോക്ക് 6 കോടി രൂപ അതിമനോഹരമായി. അപ്പൊ അതിന്റെ ആദ്യ ഫേസ് ആണ് BMC ബ്ലോക്കിന്റെ പൂർത്തീകരണം. ക്രിട്ടിക്കൽ കെയറിന്റെ 1ാം ഫേസ്. അതിനുശേഷം ക്രിട്ടിക്കൽ കെയർ നിർമ്മിക്കുമ്പോൾ തന്നെ അതിന്റെ 2ാം ഫേസിന് വേണ്ടി, അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ തീരുമാനിച്ചു ഈ 3 നിലകളിൽ നിർത്തണ്ട, അവിടെ കാർ പാർക്കിംഗ് കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് താഴെ കാർ പാർക്കിംഗ് കൂടി ഏർപ്പെടുത്തി, അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ജനറൽ ആശുപത്രി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതിന് മുകളിൽ 2ാം ഫേസ് കൂടി അനുവദിച്ചു. അതാണ് ഇപ്പോൾ കാണുന്ന നിർമ്മാണം. മുകളിൽ കാണുന്ന നിർമ്മാണം വാസ്തവത്തിൽ പൂർത്തീകരിച്ചില്ല എന്ന് പറയുന്നത്. 2ന്റെ OP ബ്ലോക്കിനും പണം അനുവദിച്ചു 2ാം ഫേസ്. അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ കെയറിനും 2ാം ഫേസ് പണം അനുവദിച്ചു 3 കോടി രൂപ. NHMന്റെ SE ഉൾപ്പെടെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്. ആദ്യ ഫേസിന്റെ പൂർത്തീകരണമാണ് നടക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് കാത്ത് ലാബ് നമുക്കറിയാം 9 കോടി രൂപ അനുവദിച്ചു. 8000 ആൻജിയോപ്ലാസ്റ്റികൾ അവിടെ ചെയ്തു. ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാമോഗ്രാം ഉൾപ്പെടെ അവിടെ ഉണ്ട്. എന്താണ് ഈ കാലഘട്ടത്തിൽ ജനറൽ ആശുപത്രി എങ്ങനെയാണ് മാറ്റിയത്? പനിക്ക് മരുന്ന് മാത്രം എഴുതിയിരുന്ന ഒരു ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഹൃദ്രോഗ ചികിത്സ, അതാണ് 8000 ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവ. 7 പുതിയ തസ്തികകളാണ് പുതിയതായി സൃഷ്ടിച്ചത്. ന്യൂറോളജി, നെഫ്രോളജി ഉൾപ്പെടെയുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റികളും നമ്മുടെ ഇവിടെ ആശുപത്രിയിൽ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം കാരുണ്യ ഫാർമസികൾ, ക്യാൻസർ മരുന്നുകൾ ഇന്ത്യയിൽ ഏറ്റവും വില കുറവ് ഇപ്പോൾ കേരളത്തിലാണ്. അതിന്റെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ ഇവിടെയുണ്ട്. ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ സഹായം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ റോഡുകൾ, എത്രയോ റോഡുകൾ, ഈ ടൗണിനുള്ളിലുള്ള മുഴുവൻ റോഡുകളും PMNBC ടാറിംഗ് ചെയ്ത് നമുക്ക് കഴിഞ്ഞു. ഒറ്റ റോഡ് പോലും PMNBC ടാറിംഗ് ചെയ്തത് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായി, അതിന്റെ അടുത്ത ഘട്ടമായി ഈ റിംഗ് റോഡിന്റെ നവീകരണം കൂടി നടക്കുകയാണ്. ഇന്ന് അതിന്റെ നവീകരണം നടക്കുന്നുണ്ട്, അതിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആദ്യ ഫേസിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തു വന്നൊരു പ്രോജക്റ്റാണ്, കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് 2018. അതായത് ഫോൺ വിളിച്ചാൽ, പ്രായമുള്ള മാതാപിതാക്കളൊക്കെ ധാരാളമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് പേരൻസിന് വിളിക്കാം, അവർക്ക് പ്ലംബിങ്ങിന് ആളെ വേണോ, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകണോ, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റേഷൻ സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി BPL വിഭാഗത്തിൽ പ്രത്യേകിച്ചും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കെയർ പ്രോജക്റ്റ് നമ്മൾ ഔപചാരികമായി അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയിരുന്നില്ല എങ്കിൽ പോലും ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിന്റെ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം കൂടി, ആറന്മുള കെയർ എന്നുള്ള പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം കൂടി ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ DMO ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടൊബാക്കോ സെസേഷൻ, പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഇതിന്റെ ഭാഗമായി ഇന്ന് അതുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ പറയട്ടെ. പത്തനംതിട്ടയിൽ IT പാർക്ക്
നമ്മൾ അനുവദിച്ചിട്ടുണ്ട്, അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രി അതിന്റെ തറക്കല്ലിട്ടു, നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുനാനിയുടെ ഡിസ്പെൻസറി, പുതിയ യുനാനി ഡിസ്പെൻസറി ഇവിടെ പത്തനംതിട്ടയിൽ നമ്മൾ ആരംഭിച്ചതിന്റെ ഉത്തരവ് ഇറക്കണം എന്നുള്ളത് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. ആ നിലയിൽ റോഡുകൾ, പാലങ്ങൾ, വെട്ടിപ്പുറം സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ സ്കൂളുകളും, ആനപ്പാറ, വെട്ടിപ്പുറം സ്കൂളെല്ലാം തന്നെ നമുക്ക് പുതിയ കെട്ടിടങ്ങളായി നമ്മുടെ കോർട്ട് കോംപ്ലക്സ് പുതിയ 20 കോടിയാണ് സ്ഥലത്തിന് നമ്മൾ കൊടുത്ത് അവിടെ നിർമ്മിക്കുന്നത്. അതുപോലെ സിവിൽ സ്റ്റേഷൻ 10 കോടി രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണം നടത്താൻ പോകുന്നു. മഴ പൊടിഞ്ഞു തുടങ്ങിയതുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാക്കിൽ എല്ലാവരും കൂടെ നിന്നു, എല്ലാവരുടെയും സ്നേഹത്തിന്, നിങ്ങളുടെ എല്ലാം നേതൃത്വത്തിലാണിത് സാധ്യമായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, അതുപോലെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി, ബഹുമാന്യനായിട്ടുള്ള കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങയോട് ഈ നാടിനുള്ള നന്ദി അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകമായി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ജനതയുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാടിനു വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ പൊന്നാട അണിയിച്ച് നമ്മുടെ നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. Mount Zion Medical College Hospital, Adur, Pathanamthitta.